Shalom, welcome back to my YouTube channel Milaki Jabani. So in this part of exploring haunted place in Trivandrum, ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒട്ടും ക്ലീശ അല്ലാത്തതും എന്നാൽ എന്ന് വെച്ചാൽ സർക്കാസ്റ്റിക്കലി ആണ് പറഞ്ഞത്, നല്ല ക്ലീശായതോ എന്നാൽ കാണാൻ തന്നെ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ റിക്കമെൻഡ് യു വാച്ചിങ് ഇൻ 1.5x സ്പീഡ് ബിക്കോസ് ഇതിൽ വലുതായിട്ട് അങ്ങനെ ഒരു കിടിലായിട്ടുള്ളൊരു ഫാക്ടർ ഇല്ല. കാരണം ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും, എൻ്റെ വോയിസ് ഓവർ ആയിരിക്കും. സോ ലെറ്റ്സ് സീ. സോ ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സുമതി വളവിലോട്ടാണ്. ഇത് വരുന്നത് നമ്മുടെ നെടുമങ്ങാട് അടുത്തായിട്ട് ഉള്ള ഒരു പ്ലേസിലാണ് വരുന്നത്. നമുക്ക് ഗൂഗിൾ മാപ്പ് വഴി പോവാന്നേ. അപ്പം ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലേസ് ഇത് തന്നെ നമുക്ക് കണ്ട പേടി വരും. ഒരു നെഗറ്റീവ് ഫീൽ തന്നെയാണ് ഈ വഴി അങ്ങ് പോകുമ്പോൾ. ഫുള്ള് ചുറ്റിനും കാട്. ഇതൊരു സൂര്യാസ്തമയം ആ ഒരു സമയത്തായപ്പോഴാണ് പോയത്. ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് ഒരു ഫിലിമൊക്കെ വരാൻ പോവാണ്. ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറയത്തില്ല, കാരണം ക്ലിയർ ആയി കിട്ടൂല. ഇത് നടക്കുന്നത് ഒരു 1950s ഈ സുമതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ട ആ ഒരു സംഭവം നടക്കുന്നത് ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സുമതി വളവിലാണ്. ആ പെൺകുട്ടിയെ കൊന്നിട്ടത്. സുമതി ജനിച്ചതൊക്കെ ഒരു പാവപ്പെട്ട ഒരു വീട്ടിലായിരുന്നു. അപ്പോൾ സ്വന്തം ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരുടെ തന്നെ നാടായ മൈലാമൂട് എന്നാണ് ആ നാടിനെ പറഞ്ഞിരുന്നത്. അവിടെ തന്നെയുള്ള ഒരു ഹൈ ക്ലാസ് ഫാമിലിയിലോട്ട് വീട്ടുജോലിക്കായിട്ട് പോയി. ആ വീട്ടിലെ അൺഫോർച്ചുനേറ്റ്ലി ആ വീട്ടിലെ പയ്യൻ്റെ പേര് രത്നാകരൻ എന്നായിരുന്നു. പയ്യനുമായിട്ട് പുള്ളിക്കാരി പ്രണയത്തിലായി. സോ അൺഫോർച്ചുനേറ്റ്ലി അതിൽ കൂടെ പുള്ളിക്കാരി പ്രഗ്നൻ്റായി. അപ്പം ഇതറിഞ്ഞ രത്നാകരൻ പുള്ളിക്കാരിനെ നൈസായിട്ട് ഒഴിവാക്കാനായിട്ട് കണ്ടെത്തിയ ഒരു മാർഗമാണ് ഈ കൊലപാതകം. രത്നാകരൻ്റെ കൂട്ടുകാരനും കൂടെ കുറേ പ്ലാനിട്ടാണ് ഇത് നടത്തിയെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു ഏകദേശം 6:45-7 മണി ആവാൻ പോകുന്ന ആ ഒരു സമയമാണിത്. അതാണ് ഇത്ര ഡാർക്കായത്. പിന്നെ ബാക്ക് ടു അവർ സ്റ്റോറി. രത്നാകരൻ്റെ കൂട്ടുകാരനും കൂടെ സുമതിനെ തന്ത്രപരമായിട്ട് അവിടെ ഉള്ള ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാമെന്ന് പറഞ്ഞ് വ്യാജേന അംബാസഡർ കാറിൽ കൊണ്ടുപോയി. എന്നിട്ട് ഇവിടേക്ക് ഒരു കാടിലെത്തിയപ്പോൾ അവർ പറഞ്ഞു, ഇനി അങ്ങോട്ട് വണ്ടി പോകില്ല, ഇവിടുന്ന് നടക്കണം. ആ ടൈം സുമതി ഫുൾ പ്രഗ്നൻ്റ് ആയിരുന്നു, 9 months എന്തോ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം കുറേ അങ്ങ് നടന്നു കഴിഞ്ഞപ്പോഴാണ് സുമതിക്ക് കാര്യം പിടികിട്ടിയത്. അപ്പം രക്ഷപ്പെട്ട് ഓടാൻ നോക്കിയിട്ടും അവർ ചേസ് ചെയ്തിട്ട് കഴുത്തിന് കുത്തിയാണ് കൊന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇവർ കൊന്നിട്ട് ബോഡി അവർക്ക് പറ്റിയ പാളിച്ചയെന്ന് വെച്ചാൽ ഇവർ ഈ വളവിലാണ് കൊണ്ടിട്ടത്. ഇവിടെ ഈ എക്സാക്ട് സ്പോട്ടിലാണ് സുമതിൻ്റെ തലയും ബോഡിയുമായിട്ട് കിടന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ചില സ്റ്റോറീസ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു മരത്തിൽ ചാരി വെച്ച നിലയിൽ കണ്ടെത്തി, അങ്ങനെയും പല സ്റ്റോറീസും കേൾക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഒരു ചതിയുടെ കഥ. ഈ റോഡിൽ കൂടെ വരുമ്പം വണ്ടി സ്വയം ഓഫാവുകയും ആരോ വന്ന് തള്ളിയിടുന്ന പോലെയൊക്കെയുള്ള പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. സോ അതാണ് നമ്മുടെ സുമതിയുടെയും സുമതി വളവിൻ്റെയും കഥ. ഒരു വിഷമിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്, ഒരു പെൺകുട്ടിക്ക് റിയൽ ലൈഫിലുണ്ടായ ഒരു ദുരന്തം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ഗൈസ്. വണ്ടി ഓടിച്ച് ചത്ത് ഈ ചന്തിയൊക്കെ നല്ലോണം വേദനിക്കുവാണ്. അതുകൊണ്ട് കുറച്ച് നിൽക്കാൻ വിചാരിച്ചു.